Dear friends, interference by division of amplitude അതിലെ പാർട്ട് 3 അവസാനത്തെ ഒരു ചെറിയ ഭാഗം ന്യൂട്ടൺസ് റിങ്സ് എന്ന ഒരു ചെറിയ ഭാഗം മാത്രമേ എടുക്കാനുള്ളൂ. അത് നമുക്ക് ഇന്ന് അത് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഒരു ന്യൂട്ടൺസ് റിങ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഓൺ എ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചതാണ്. ഈ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൽ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് വെച്ചതാണ്. അതാണ് സെറ്റപ്പ്. തിൻ ഫിലിം ഓഫ് എയർ ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദിസ് ലെൻസ് ആൻഡ് ദിസ് ഗ്ലാസ് പ്ലേറ്റ്. A thin film of air is formed between this lens and this glass plate. So the thickness of this film, the film air film ഇവിടെ ഉണ്ടാകുന്ന എയർ ഫിലിമിന്റെ thickness at the point of contact is 0. ഇവിടെ ഈ point of contactൽ അത് 0 ആയിരിക്കും. And it increases as it move away from the centers. സെന്ററിന് ഇങ്ങോട്ട് പോകുമ്പോഴും അതിന്റെ point of contact thickness കൂടി വരുന്നതായിട്ട് കാണാം. സോ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഇതേപോലെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് അതിലേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ് നോർമലി ഇൻസിഡന്റ് ചെയ്യുന്ന പോലെ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് അതിലേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഇന്റർഫറൻസ് ഉണ്ടാവുകയും അത് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ അപ്പർ പാർട്ട് ആൻഡ് ദി ലോവർ പാർട്ട്, ഈ അപ്പർ പാർട്ട് ലോവർ പാർട്ട് ഇവിടുന്ന് രണ്ടൊന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് reflected from both these places makes an interference pattern and can be observed through this microscope. The fringes are in the form of a concentric rings. നിങ്ങൾ എക്സ്പെരിമെന്റിൽ ഇത് നേരിട്ട് കാണും. അത് ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള കുറേ റിങ്ങുകളായിട്ടാണ് നമുക്ക് ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ ദീസ് റിങ്സ് ആർ കോൺസെൻട്രിക് റിങ്സ് ആൻഡ് തിക്നെസ് ഓഫ് ദി എയർ ഫിലിം ഈസ് കോൺസ്റ്റന്റ് ആണ് ഓവർ എ സർക്കിൾ. ഒരു സർക്കിളിൽ ഇതിൻ്റെ ഈ ഓരോ സർക്കിൾ ഇതേപോലെ ഒരുപാട് സർക്കിൾ വരച്ച പോലെയാണ് നമുക്ക് ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിനെ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിൻസ് ഇറ്റ് ഈസ് തിക്നെസ് ഓഫ് ദി എയർ ഫിലിം ഈസ് കോൺസ്റ്റന്റ് ഓവർ എ സർക്കിൾ ഹാവിംഗ് ദ പോയിന്റ് ഓഫ് ലെൻസ് ഗ്ലാസ് പ്ലേറ്റ് കോണ്ടാക്ട് ആസ് ദി സെന്റർ. This point O is as a center. This പ്ലാനോ കോൺവെക്സ് ലെൻസ് നിങ്ങൾ നേരെ വെക്കുന്ന പോലെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് ഈ ഓനെ ബേസ് ചെയ്തിട്ട് ഓ സെൻറ്റർ ആക്കിയിട്ട് ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുള്ളതാണ് ഈ പ്ലാനോ കോൺവെക്സ് ലെൻസ്. അങ്ങനെയുള്ള ഒരു സർക്കിളായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഇതേപോലെ ഒരു സെന്ററിനെ ബേസ് ചെയ്തിട്ട് ഓ എന്ന് പറഞ്ഞ സെന്റർ ബേസ് ചെയ്തിട്ട് കുറേ കോൺസെൻട്രിക് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് സർക്കിൾസ് ആയിരിക്കും. ഈ സർക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺസ് റിംഗ്. സോ ഇതിൽ ആദ്യം മോണോക്രോമാറ്റിക് ലൈറ്റ് ഫോളോ ചെയ്യുന്നു. ഇറ്റ്സ് നോർമലി ഫോളോ ചെയ്യുന്ന പോലെയാണ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ അതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ലോവർ സർഫസിൽ നിന്നും അപ്പർ സർഫസിൽ നിന്നും വരുന്ന എയർ ഫിലിം ഇന്റർഫിയർ ചെയ്യുന്നു. ആൻഡ് പാറ്റേൺ ക്യാൻ ബി ഒബ്സർവ് ത്രൂ ദിസ് മൈക്രോസ്കോപ്പ്. അതിന്റെ തിയറി നോക്കാം. തിയറി ക്യാപിറ്റൽ ആർ ആണ്. ലെറ്റ് ക്യാപിറ്റൽ ആർ ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലെൻസ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് ഞാൻ പറഞ്ഞു ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് നമുക്ക് കോൺസെൻട്രേറ്റഡ് സർക്കിൾസ് കിട്ടും. അതിൽ ഡാർക്ക് ഫ്രിഞ്ച് ലൊക്കേറ്റഡ് അറ്റ് ക്യൂ ആണെങ്കിൽ ദിസ് പോയിന്റ് ക്യൂ, സപ്പോസ് ദിസ് പോയിന്റ് ക്യൂവിലാണ് ഡാർക്ക് ഫ്രിഞ്ച് ഉള്ളതെങ്കിൽ തിക്നെസ് ഓഫ് ദി ഫിലിം ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലെ തിക്നെസ് ടി ആണ്, സ്മോൾ ടി. സോ പി ക്യൂ is equal to സ്മോൾ ടി എന്ന് എഴുതാം. പി ക്യൂ is equal to സ്മോൾ ടി. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഫ്രിഞ്ച് അറ്റ് ക്യൂ is equal to ആർ എൻ. ഇവിടുന്ന് ഓയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഇതിന്റെ റേഡിയസ് നോക്കുകയാണെങ്കിൽ ആർ എൻ ആണ്. ക്യാപിറ്റൽ ആർ ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദിസ് ഓൾ ലെൻസ്, അങ്ങനെ കൺസിഡർ ചെയ്യുക. അതേപോലെ ദിസ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള റേഡിയസ് ആർ എൻ ആണ് ഫ്രം ദി സെന്റർ. അങ്ങനെയാണെങ്കിൽ ഒ ക്യൂ is equal to ആർ എൻ. ഇനി ഫ്രം ദ പൈതഗോറസ് തിയറം വി ക്യാൻ റൈറ്റ് ദാറ്റ് pm square is equal to pn square plus mn square. pm square is equal to pn square plus mn square. So pm square means r square. ഇത് പറഞ്ഞാൽ സ്മോൾ ആർ എൻ സ്ക്വയർ മൈനസ് ആർ മൈനസ് ടി സ്ക്വയർ അല്ലേ. എം എൻ സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് ടി സ്ക്വയർ എന്ന് എഴുതാം. ആർ മൈനസ് ടി സ്ക്വയർ. ആർ മൈനസ് ടി സ്ക്വയർ. ഇതും ആറാണെങ്കിൽ ഇതും ആറാണ്. അപ്പോൾ ഈ ആർ മൈനസ് ഈ ആർ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളതാണ്. അതിൽ നിന്ന് നമ്മുടെ ഈ തിക്നെസ് ഈ ലെൻസിൽ തിക്നെസ് ഇവിടെ ഈ പോർഷൻ കുറക്കണം. അത് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഈക്വൽ ആണ്. അപ്പോൾ ആർ മൈനസ് ടി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് ആർ സ്ക്വയർ ഈക്വൽ ടു ആർ എൻ
square plus r minus t whole square. R minus t whole square ne r square minus 2rt plus t square എന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ആർ എൻ സ്ക്വയറിനെ ഇവിടെ നിർത്തിയിട്ട് ഈ ആർ സ്ക്വയറിനെ കൊണ്ട് കൊണ്ടായാൽ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ 2rt മൈനസ് ടി സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടായാൽ 2rt മൈനസ് ടി സ്ക്വയർ എന്നാവും. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നമ്മൾ ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ടി, സ്മോൾ ടി, തിക്നെസ്സിനേക്കാൾ കൂടുതലാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എങ്കിൽ 2rt will be very very greater than t square. So t square can be neglected. So rn square is equal to 2rt എന്ന് എഴുതാം. Equation number 1. Using the condition for the darkness, അതായത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച് 2nt cos r is equal to n lambda, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണെന്ന് എടുക്കുക. n is equal to 1 ഉം ഇൻസിഡൻസ് നോർമൽ ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ r is equal to 0, 2t is equal to n lambda എന്ന് വരും. Therefore equation 1 becomes rn square is equal to 2t എന്നുള്ളതിന് n lambda പിന്നെ r 2n n lambda r എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. rn square is equal to n lambda r ആണ്. So rn is equal to rn is equal to root of n lambda r എന്ന് കിട്ടും. rn is equal to root of n lambda r, where n is equal to 1, 2, 3, etc. This shows that the radii of dark ring are proportional to the square root of natural numbers. This root of n ആണ്, n ഉണ്ട് ഉള്ളതിൽ. അതുകൊണ്ട് it shows that radii of dark ring, the dark condition for darkness ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അത് it is proportional to the square root of natural numbers. ഇനി ഡയമീറ്റർ കാണാൻ, റിങ്ങിൻ്റെ ഡയമീറ്റർ dn കാണാനുള്ള ഇക്വേഷൻ നോക്കാം. it is 2rn ആണല്ലോ. rn എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ്, സെൻട്രൽ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള, നമ്മൾ സർക്കിളാണ് കൺസിഡർ ചെയ്യുന്നത്, അതിലേക്കുള്ള റേഡിയസ്, ആ റേഡിയസിൻ്റെ ഡബിൾ ആണല്ലോ ഡയമീറ്റർ. സോ ഡയമീറ്റർ dn is equal to 2rn. dn is equal to 2 into root of rnൻ്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 root of 2rt എന്ന് കിട്ടും. 2rt root of 2rtക്ക് n lambda r എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ n+1th ബ്രൈറ്റ് റിങ്ങിൻ്റെത് എന്താ വരിക? dn+1 is equal to 2 into n ഉള്ളിടത്തൊക്കെ n+1 കൊടുക്കുക. അപ്പോൾ n+1/2 into lambda by r എന്ന് വരും. സോ dn കാണാനോ is equal to n minus 1/2 into lambda into r for nth ring. So this is the equation for diameter of nth and n+1th dark ring. So nth-ൻ്റെയും n+1-ൻ്റെയും dn ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ തിക്നെസ് ഓഫ് എയർ ഫിലിം അറ്റ് ദി സെൻറ്റർ അത് 0 ആണെന്ന് നമുക്കറിയാം. സോ സെൻട്രൽ ഭാഗത്ത്, അതായത് ഈ ഡയഗ്രത്തിൽ കാണുന്ന ഈ സെൻട്രൽ ഭാഗത്തുള്ള എയർ ഫിലിമിൻ്റെ തിക്നെസ് 0 ആണ്. So path difference at the center is 0. Path difference at the center is 0, and a dark spot is surrounded by the first bright ring. So this first bright ring in surround ചെയ്തിട്ട് ഒരു dark spot ഉണ്ടാവും. So therefore n+kth ring can be dark ring. The radius of n+kth ring can be taken as small r of n+k. So this n+kth ring is a dark, can be considered as dark. Radius of the n+kth ring can be taken as r n+k. അല്ലെങ്കിൽ rn സ്ക്വയർ നമ്മൾ n lambda r എന്ന് എഴുതിയിരുന്നു. അതേപോലെ dn സ്ക്വയറിന് 4n lambda r, അതായത് dn സ്ക്വയർ ഈസ് ഇതിൻ്റെ കൂടെ 2 അതിൻ്റെ സ്ക്വയർ 2 times of this whole square 4n lambda r. dn square is equal to ഇനി n+k, ഇവിടെ n+kth റിങ്ങിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 4 into n+k lambda r കിട്ടുക. അതായത് ഇതിൽ നിന്ന് ഇത് കുറക്കാൻ, അപ്പോൾ നമുക്ക് n+k സ്ക്വയർ മൈനസ് dn സ്ക്വയർ എന്ന് പറഞ്ഞാൽ it is 4k lambda r, or lambda is equal to d square n+k minus d square n by 4k r എന്ന് കിട്ടും. In this way we can calculate. ഇതിൽ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ല രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ the difference of the squares of the diameter of
n പ്ലസ് kth റിംഗ് ആൻഡ് nth റിംഗ്, അതായത് n പ്ലസ് kth റിംഗിൻ്റെ ഡയമീറ്ററും nth റിംഗിൻ്റെ ഡയമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n ആൻഡ് ഓൺലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി k. K means it's a number, so it depends upon the it does not depend upon the value of n. N means refractive index, but it only depends upon k. Lambda constant ആണ്, radius of curvature of lens constant ആണ്, k മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. So lambda equation dn plus k square minus dn square by 4k r എന്ന് കിട്ടും. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം യൂസിങ് ന്യൂട്ടൺസ് റിംഗ്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടുപിടിക്കാൻ ഇത് വളരെ ഒരു നല്ല മെത്തേഡാണ്. ഡിറ്റർമിനേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ന്യൂട്ടൺസ് റിംഗ്സ്, അത് നോക്കാം. ഒരു ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻ ദ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ഷോൺ ഇൻ ദാറ്റ് the figure we saw previously, നമ്മൾ കണ്ട ചിത്രത്തിൽ 1 or 2 drops of liquids whose refractive index is determined can be put between lens and glass plate. ആ ചിത്രം ഒന്നുകൂടെ കാണാം. ഈ ലെൻസിൻ്റെയും ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ നമ്മൾ 1-2 തുള്ളി ഡ്രോപ്പ് ഓഫ് ലിക്വിഡ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെങ്കിൽ nth ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു 4n lambda r by n ആണ്. n പ്ലസ് kth ഡാർക്ക് റിങ്ങിൻ്റെതോ ഇറ്റ് ഈസ് dn പ്ലസ് k ഡാഷ് സ്ക്വയർ ഈക്വൽ ടു 4n പ്ലസ് k by n ഇൻറ്റു ലാംഡ. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം, അതും നമ്മൾ കണ്ടതാണ് നേരത്തെ. 4k lambda r by n എന്ന് കിട്ടും. ഇനി എയർ ആണെങ്കിൽ നമ്മുടെ അത് എയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ d1 അത് n ഉണ്ടാവില്ല, വേറെ ഒന്നുമില്ല, ഈ n 1 ആണ്, 4k lambda r എന്ന് വരും. അപ്പോൾ n is equal to, ഇനി ഇക്വേഷൻ 4 ഇക്വേഷൻ 3 ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ 4 ബൈ ഇക്വേഷൻ 3 പറഞ്ഞാൽ n is equal to d square n plus k square minus dn square by d dash n plus k square minus dn dash square. This means first the diameter of nth and n plus kth dark ring നമ്മൾ മെഷർ ചെയ്യും. Diameter of nth and n plus kth dark ring will be measured when the film is air, and the diameter of same rings are measured when the film is of liquid. Then using this equation 5 we can find the refractive index. എങ്ങനെയാണ് മെത്തേഡ്? നമ്മൾ നേരത്തെ എങ്ങനെയാണോ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കും. ഡയമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം എയർ വെച്ചിട്ട് nത്തിൻ്റെയും n പ്ലസ് kth റിംഗ് ഡാർക്ക് റിങ്ങിൻ്റെയും ഡയമീറ്റർ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് അതിൽ nത്തിൻ്റെയും n പ്ലസ് kth ഡാർക്ക് റിങ്ങിൻ്റെയും ഡയമീറ്റർ കണ്ടുപിടിക്കും. എന്നിട്ട് അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ലിക്വിഡിൻ്റെ ഏത് ലിക്വിഡിൻ്റെയാണോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്പെരിമെൻറ്റിൽ ഒഴിച്ചിട്ടുള്ളത്, ഏതിൻ്റെ ഇടയിലാണ് ഗ്ലാസ് പ്ലേറ്റിൻ്റെയും പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ ഇടയിൽ ഒഴിച്ചിട്ടുള്ളത്, അത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കും. ഇതിനാണ് ന്യൂട്ടൺസ് റിംഗ്. ഇറ്റ്സ് എ മെത്തേഡ് ബേസ്ഡ് ഓൺ ദി ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. സോ ഈ പോർഷൻ ഇൻ്റർഫറൻസ് എന്ന പോർഷനും ഏകദേശം ഇവിടെ കഴിയാണ്. നമുക്കിനി അതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ പോർഷൻ രണ്ടും, ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡും ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട്, ഇത് രണ്ടും നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.